26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കണക്കുകൾ പ്രകാരം ജൂലൈ മാസത്തിലെ ആദ്യ 10 ദിവസം സംസ്ഥാനത്ത് ശരാശരി 3% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ മഴയുടെ അളവിൽ വലിയ കുറവില്ലെങ്കിലും ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ മഴയുടെ അളവിൽ അസന്തുലിതാവസ്ഥ പ്രകടമാണ്. കാസർഗോഡ് ജില്ലയാണ് ഈ മാസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലും ഈ കാലയളവിൽ സാധാരണ ലഭിക്കേണ്ട അളവിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കമുള്ള മധ്യതെക്കൻ മേഖലകളിലും എറണാകുളം, ഇടുക്കി, തൃശൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ട മഴയെ അപേക്ഷിച്ച് കുറവ് മഴയാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ശരാശരി മഴക്കുറവ് 3% മാത്രമാണെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ഒരേ രീതിയിൽ മഴ ലഭിച്ചിട്ടില്ലെന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചില മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചപ്പോൾ സമീപ പ്രദേശങ്ങളിൽ ഗണ്യമായി മഴ കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യമാണ് പല കണക്കുകളിൽ വ്യത്യാസം വരുത്തിയത്. കോഴിക്കോട് ജില്ലയിലെ മഴയെ സംബന്ധിച്ചും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിൽ 226 മില്ലിമീറ്റർ മഴ ലഭിച്ചതോടെ 23% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 336 മില്ലിമീറ്റർ മഴ വരെ ലഭിച്ചിട്ടുണ്ടെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നിരുന്നാലും ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ മഴ ലഭിച്ചിട്ടില്ല. ചില പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചപ്പോൾ മറ്റു മേഖലകളിൽ മഴയുടെ അളവ് താരതമ്യേന കുറവായിരുന്നു. ജൂലൈ മാസത്തിന്റെ ആദ്യഘട്ടത്തിൽ മഴയിൽ പറയത്തക്ക വിധം വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാസത്തിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിലെ മഴയുടെ ശക്തിയും വ്യാപ്തിയുമാകും സംസ്ഥാനത്തിന്റെ അന്തിമ മഴക്കണക്കിൽ നിർണായകമാകുന്നത്. മഴയുടെ അസമമായ വിതരണം കാർഷിക മേഖലയെയും ജലസംഭരണികളെയും നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.